വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അബ്രഹാത്തിൻ്റെ കാലത്ത് ഉണ്ടായതുപോലെ ഒരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തും ഉണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്കിൻ്റെ അടുത്തേക്ക് പോയി. അബ്രഹാം പണ്ട് ഫറവോ രാജാവിനോട് തൻ്റെ ഭാര്യ സാറ സഹോദരിയാണെന്ന് പറഞ്ഞതുപോലെ ഇസഹാക്ക് തൻ്റെ സുന്ദരിയായ ഭാര്യ റെബേക്ക സഹോദരി എന്ന് പറഞ്ഞത് അവൾക്കു വേണ്ടി തന്നെ ആ നാട്ടുകാർ കൊല്ലുമെന്ന് ഭയന്നായിരുന്നു. അബിമലേക്ക് ഇസഹാക്കിനെ വിളിച്ച് ചോദിച്ചു, അവൾ നിന്റെ ഭാര്യയാണല്ലോ, പിന്നെ എന്താണ് സഹോദരിയാണ് എന്ന് പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലോ എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അബിമലേക്ക് ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളോടിത് ചെയ്തത്? ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടൊത്ത് ശയിക്കുകയും അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ. അതുകൊണ്ട് അബിമലേക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി, ഈ മനുഷ്യനെയോ അവൻ്റെ ഭാര്യയെയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും. ഉൽപ്പത്തി 26 അധ്യായം 10-11 തിരുവചനങ്ങൾ. ഇസഹാക്കിൻ്റെ അന്ത്യഘട്ടത്തിൽ നായാട്ടിൽ വിദഗ്ധനായ തൻ്റെ മകൻ ഏസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് പാകപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. യാക്കോബിനോട് കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന റെബേക്ക യാക്കോബിനോട് ഏസാവ് വരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം പാകപ്പെടുത്തി ഇസഹാക്കിന് നൽകുന്നു. ഇസഹാക്കിന് സംശയമുണ്ടായിരുന്നുവെങ്കിലും അതിവിദഗ്ധമായി ആൾമാറാട്ടം നടത്തി ഇസഹാക്കിൻ്റെ അനുഗ്രഹം യാക്കോബ് ഏസാവിന് മുമ്പേ വാങ്ങുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.